നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ശത്രുക്കളായ ചൊവ്വയും സൂര്യനും ശനിയുമായും ബുധനുമായിട്ടും യോഗം ചെയ്യുന്നു. മീനം രാശിയിൽ യോഗം ചെയ്യുന്നു. അത് ഇപ്പം തന്നെ സൂര്യനും ശനിയും ശത്രുക്കളാണ്. അത് ഇപ്പം തന്നെ യോഗം ചെയ്ത് നിൽക്കുകയാണ്. അതുകൂടാതെ ഏപ്രിൽ 2 ഉച്ചയ്ക്ക് ശേഷം 3:30 PM ചൊവ്വ കൂടി മീനം രാശിയിലേക്ക് വരുന്നു. അതുകൂടാതെ ഏപ്രിൽ 10 ബുധൻ്റെ ശത്രുക്കളാണ് സൂര്യനും മറ്റേ ചൊവ്വയും ബുധനുമൊക്കെ ശത്രുക്കളാണ്. ബുധൻ നീചരാശിയിലുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഘർഷങ്ങൾ അധികരിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയാണ്. അതായത് സംഘർഷം, യുദ്ധം. ഓക്കെ, യുദ്ധം ഇപ്പോൾ ഇന്ന് 1 സെക്കൻഡിന് മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോ ഇതാണ്. സൗദി ഇറാനെ കയറി അടിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം തന്നെ പരമാവധി പ്രശ്നങ്ങൾ കിടക്കുകയാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ പ്രകൃതിക്ഷോഭം ഉണ്ടാവാം. അതായത് ശനിയും ബുധനും ചൊവ്വയുടെ ശത്രുക്കളാണ്. സൂര്യനും ശനിയും ശത്രുക്കളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ യോഗം ചെയ്യുന്നു. പിന്നെ ഒരു നേട്ടമുള്ളത്, ഏപ്രിൽ 14 സൂര്യൻ രാശി മാറും. അപ്പോൾ സംഘർഷത്തിന് അയവ് വരാം. വിഷു ഒക്കെ വരുമ്പോൾ സംഘർഷത്തിന് അയവ് വരാം. പ്രകൃതിക്ഷോഭം, പിന്നെ ഭക്ഷ്യക്ഷാമം, പിന്നെ ഊർജം, അതായത് എനർജി കൊണ്ടുവരുന്ന, അതായത് ക്രൂഡ് ഓയിൽ, ഗ്യാസ്, ഇതിനൊക്കെ തന്നെ ക്ഷാമം ഉണ്ടാവാം. ഇപ്പോൾ ഇന്നലെ തന്നെ പെട്രോളിന് ക്ഷാമം എന്നും പറഞ്ഞൊരു ന്യൂസ് വന്നിരിക്കുന്നു. എന്തോ ഒരു നയര എന്ന് പറയുന്നൊരു ഓയിൽ കമ്പനി പ്രൊഡക്ഷൻ നിർത്തി. ഏതാണ്ട് 18% ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ നയര കമ്പനിയാണ്. അത് പ്രൊഡക്ഷൻ നിർത്തി. അങ്ങനെയൊക്കെ പ്രശ്നമാണ്. അതായത് പല സ്ഥലത്തും, കേരളത്തിൽ അത് വന്നിട്ടില്ല എന്നാൽ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പെട്രോളിന് നീണ്ട ക്യൂ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഈ സംഘർഷത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും ഒക്കെ പീക്ക് ടൈം എന്ന് പറയുന്നത്, പീക്ക് ഡേയ്സ് എന്ന് പറയുന്നത് ഏപ്രിൽ 10, 11, 12, 13, 14. അതായത് ബുധൻ 10-ാം തീയതി മീനൻ രാശിയിൽ വരുന്നു. സൂര്യൻ 14-ാം തീയതി പുറത്തു പോകുന്നു. അപ്പോൾ ആ കാലയളവിൽ ആണ് ഈ സംഘർഷത്തിന് പരമാവധി തീഷ്ണതയുണ്ടാകുന്നത്. ഭക്ഷ്യക്ഷാമം അതിൻ്റെ തുടക്കം ഉണ്ടാവാം ഈ കാലയളവിൽ. അതായത് ഏപ്രിൽ 2 മെയ് 15 ഇടയ്ക്കാണ് ഏകദേശം 40 ദിവസം ശത്രുക്കളായ ചൊവ്വയും ശനിയും യോഗം ചെയ്യുന്നത്. നേരത്തെ തന്നെ സൂര്യൻ ശനിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് പരമാവധി പ്രശ്നമാവാൻ പോകുന്നത് ഏപ്രിൽ 2 ചൊവ്വ മാറുമ്പോഴാണ്. ഉച്ചയ്ക്ക് ശേഷം 3:30 PM ഏപ്രിൽ 2 ഈ ചൊവ്വ മീനം രാശിയിൽ വരുന്നു. പിന്നെ സംഘർഷത്തിന് അയവ് വരാൻ സാധ്യതയുള്ളത് സൂര്യൻ മേടൻ രാശിയിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ
മുഴുവൻ തന്നെ എല്ലാ തരത്തിലുള്ള സംഘർഷം പരമാവധിയാവും. പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാധ്യതയുണ്ട്, ഭക്ഷ്യക്ഷാമം, പിന്നെ ഈ ക്രൂഡ് ഓയിൽ ക്ഷാമം, ഗ്യാസ് ക്ഷാമം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് എത്രത്തോളം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം എൻ്റെ ഒരു വിശകലനത്തിൽ, എൻ്റെ ഒരു വിലയിരുത്തലിൽ ഈശ്വരൻ എല്ലാ പ്രകൃതി സമ്പത്തും നമുക്ക് തന്നിട്ടുണ്ട്, ഈ ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ. ഓക്കെ, പക്ഷെ അത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം മനുഷ്യർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും കാതലായ റൂട്ട് കോസ്, മൂലകാരണം. നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്, ആരും മോശക്കാരൊന്നുമല്ല. കാരണം എല്ലാവരും, ഒരു ഭിക്ഷക്കാരൻ പോലും ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ഈശ്വരൻ്റെ സൃഷ്ടിയൊന്നും ചുമ്മാ ഒന്നും സൃഷ്ടിയാവില്ല. ഏറ്റവും ചെറിയ ഒരു എറുമ്പിന് പോലും ഒരു നിയോഗം ഉണ്ടാവും, ഒരു എറുമ്പിന് പോലും ഒരു നിയോഗം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ബുദ്ധി പൂർണ്ണമായ തോതിൽ ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ച് മലയാളികൾ സ്വയം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധി ഉള്ള ആൾക്കാരൊക്കെയാണ്. ഓക്കെ, മറ്റുള്ളവർ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം ഇതാണ്. മലയാളികൾ ഉൾപ്പെടെ നമ്മൾ മനുഷ്യർ ഈശ്വരൻ തന്ന പ്രകൃതി സമ്പത്തും ബുദ്ധിയും ഒക്കെ പൂർണ്ണമായിട്ടും വിവേകപൂർവം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈശ്വരൻ്റെ അടുക്ക നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹോട്ടൽ ഉടമകളെല്ലാം പ്രാർത്ഥിക്കുന്നത് ഗ്യാസ് ക്ഷാമം തീരണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഈശ്വരൻ തിരിച്ചു പറയുന്നത് എന്തുവാ? ഗ്യാസ് മാത്രമല്ല, ക്രൂഡ് ഓയിലും എല്ലാ തരത്തിലുള്ള പ്രകൃതി സമ്പത്തും ഈശ്വരൻ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങളത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് പ്രത്യേകിച്ച് ജ്യോതിഷം ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഒരു നല്ലൊരു ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടി തന്നെയാണ്. ആ ഓഡിയൻസിനോട് എനിക്ക് എൻ്റെ ആശയങ്ങൾ, തീർച്ചയായിട്ടും വേറിട്ട ആശയങ്ങളെല്ലാം തന്നെ നിരവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നിങ്ങളോടൊക്കെ പങ്കുവെക്കാനാണ് ഈ ജ്യോതിഷ ചാനലൊക്കെ തുടങ്ങിയത്. എനിവേ, സംഭവം ഇതാണ്. പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്, അധികരിക്കാൻ പോവുകയാണ്. അത് പ്രാർത്ഥനയിലൂടെ അല്ല, നമ്മൾ വിവേകപൂർവം ഈശ്വരൻ തന്ന സമ്പത്തുകൾ അതായത് ആവശ്യത്തിലധികം സമ്പത്ത് ഈശ്വരൻ തന്നിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി സമ്പത്തുകൾ. അത് പണത്തിൻ്റെ തടസ്സം കൂടാതെ സ്വതന്ത്രമായിട്ട് ഈ ഗവൺമെൻറ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറി. ഓക്കെ, എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിവേ, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.